മൂന്നാം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ വെച്ച് ചേരുന്ന സാഹചര്യത്തിലാണ് പാർട്ടിയുടെ പാലക്കാട് ജില്ലാ സമ്മേളനം ഇവിടെ നടക്കുന്നത്. കാർഷിക മേഖലയിലെ വ്യത്യസ്തമാർന്ന സമരങ്ങളുടെ നാടാണ് നല്ലതയായി വിശേഷിപ്പിക്കപ്പെടുന്ന പാലക്കാട്. നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് ഊർജം പകർന്ന നിരവധി സംഭവങ്ങളുണ്ടായ ജില്ലയാണ് പാലക്കാട്. സദാ VMSന്റെ ആദ്യകാല പ്രവർത്തനങ്ങളുടെയും നവോത്ഥാന രംഗത്തെ ഇടപെടലുകൾക്കും സാക്ഷ്യം വഹിച്ച മണ്ണുമാണ് പാലക്കാടിന്റെ. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ പാർട്ടി കോൺഗ്രസും അതിന്റെ തീരുമാനങ്ങളും ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ നിർണായകമായ സ്വാധീനം ചെലുത്തിയിരുന്നു എന്നത് നമുക്കറിയാവുന്നതാണ്. രാഷ്ട്രീയ രംഗത്തെ മാറ്റിമറിക്കാൻ ഉതകുന്ന കാഴ്ചപ്പാടോടെയാണ് മാർക്സിസം രൂപപ്പെട്ടത്. ആ കാഴ്ചപ്പാട് ലോകരംഗത്ത് തൊഴിലാളികൾക്കും കർഷകർക്കും ഒരു സ്ഥാനം ഉറപ്പിക്കുന്നതിന് ഉതകുന്ന സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുതലാളിത്തം വളർച്ച പ്രാപിക്കുന്നതിന് മുൻപ് തന്നെ അതിനെ വിലയിരുത്തുകയും അതിന്റെ രൂപപ്പെടലും വളർച്ചയും തകർച്ചയും എല്ലാം വിശകലനം ചെയ്തുകൊണ്ടാണ് മാർക്സിസം രംഗത്ത് വന്നത്. ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളും പരസ്പര ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്നതാണ്. അവ മാറ്റത്തിന് വിധേയമാകുന്നതാണ് എന്നും മാർക്സിസം ഓർമ്മപ്പെടുത്തുകയില്ല. ലോകത്തിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ നമ്മുടെ നാടിന്റെ രാഷ്ട്രീയവുമായി കണ്ണിച്ചേർന്ന് കിടക്കുന്നുവെന്ന മാർക്സിസ്റ്റ് കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് സാർവദേശീയ സംഭവവികാസങ്ങളെക്കുറിച്ച് നാം പാർട്ടി സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യുന്നത്. അടുത്ത കേന്ദ്ര കമ്മിറ്റി യോഗം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കാനുള്ള രാഷ്ട്രീയ പ്രമേയത്തിന് രൂപം നൽകാനിരിക്കുകയാണ്. നമുക്കറിയാം, ആ രാഷ്ട്രീയ പ്രമേയം എല്ലാ പാർട്ടി ഘടകങ്ങളിലും വിശദമായി ചർച്ച ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സംഭവവികാസങ്ങളുടെ ആകെ കാര്യങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യാനല്ല പോകുന്നു. നാം ശ്രദ്ധിക്കേണ്ട കാര്യം, തൊഴിലാളി വർഗത്തെയും പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെയും പ്രശ്നങ്ങൾ ഒരു രാഷ്ട്രത്തിന്റെ അജണ്ടയായി ഒരിക്കലും മാറാൻ
ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് തൊഴിലാളികളുടെ രാഷ്ട്രീയത്തിന്റെയും അടിച്ചമർത്തപ്പെട്ടവന്റെയും പ്രശ്നങ്ങളുമായി മാർക്സിസം കടന്നു വരുന്നത്. മാർക്സിസത്തിന്റെ ആരംഭകാലത്ത് തന്നെ പല പ്രതിസന്ധികൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ പോലും മാർക്സും ഏംഗൽസും രൂപപ്പെടുത്തിയത് അത് 1876 പിരിച്ചുവിടുന്ന സാഹചര്യം പോലുമുണ്ടായി. എന്നാൽ തിരിച്ചടികൾ ഓരോന്നും ഉണ്ടാകുമ്പോഴും പ്രതീക്ഷ കൈവിടിയാതെ മാർക്സത്തിന്റെ കാഴ്ചപ്പാടുകൾ ശാസ്ത്രീയ സമീപനമാണ്. അതുകൊണ്ട് അതിനെ ഒഴിച്ചുകൂടാനാവില്ല. ഇത് മാർക്സും ഏംഗൽസും ആ ഘട്ടങ്ങളിൽ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അവര് ജീവിച്ചിരുന്ന കാലത്ത് അവർ വിഭാവനം ചെയ്ത തരത്തിലുള്ള ഒരു സാമൂഹ്യ സൃഷ്ടി അവർക്ക് കാണാനായില്ല. ആകെ 1871 പാരീസ് കമ്മ്യൂണിന്റെ അനുഭവങ്ങൾ മാത്രമായിരുന്നു അവരെ കണ്ടത്. ആ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ കാഴ്ചപ്പാടുകൾ കൂടുതൽ നവീകരിക്കാനാണ് അവർ പരിശ്രമിച്ചത്. അതിന്റെ ഭാഗമായാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലെ കാഴ്ചപ്പാടുകളെ പോലും നവീകരിച്ചത്. തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന ആശയം അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂട്ടിച്ചേർക്കപ്പെടുന്നത്. മാർക്സിനും ഏംഗൽസിനും ശേഷം മാർക്സത്തെ മുന്നോട്ട് കൊണ്ടുപോയ ലെനിന്റെ കാലത്താണ് മാർക്സ് വിഭാവനം ചെയ്യുന്ന സോഷ്യലിസ്റ്റ് വ്യവസ്ഥ സ്ഥാപിക്കുന്നതിനുള്ള ഒരു വിപ്ലവം നടക്കുന്നത്. അതിൽ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിനു മുൻപ് തിരിച്ചടിയേറ്റ ഒരു വിപ്ലവശ്രമമുണ്ടായി. അതിനുശേഷമാണ് ഇത്തരമൊരു ലക്ഷ്യം പൂർത്തീകരിച്ചത്. സോവിയറ്റ് യൂണിയനിൽ രൂപപ്പെട്ട സോഷ്യലിസ്റ്റ് പരീക്ഷണം 7 പതിറ്റാണ്ട് നിലനിന്നു. 7 പതിറ്റാണ്ടിന് ശേഷം തകർക്കപ്പെട്ടു. എന്നാൽ അതിന്റെ സ്വാധീനം ലോകത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ആകെ മാറ്റിമറിക്കുന്ന നിലയുണ്ടായി. തൊഴിലാളികളും മർദ്ദ ജനവിഭാഗങ്ങളും അവരെയെല്ലാം മനുഷ്യരായി പരിഗണിക്കപ്പെടുന്ന അവസ്ഥ ലോകത്താകെ രൂപപ്പെടുന്നതിന് ഈ വിപ്ലവം വഹിച്ച പങ്ക് ഏറെ വലുതാണ്. മാത്രമല്ല, അധ്വാനിക്കുന്ന ജനവിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ ഇവിടെ ലോകമാകെ കീഴ്പ്പെടുന്നതിനായിരുന്നു ഹിറ്റ്ലർ ശ്രമിച്ചത്. ആ ഹിറ്റ്ലറെ പരാജയപ്പെടുത്തി ജനാധിപത്യത്തിന്റെ കൊടിക്കൂറ
ഉയർത്തിപ്പിടിച്ചത് സോവിയറ്റ് യൂണിയനും സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിരുന്നു. ഇത് മാത്രമല്ല, നമ്മുടെ രാജ്യമടക്കമുള്ള മൂന്നാം ലോക രാജ്യങ്ങളിലെ ദേശീയ വിമോചന പ്രസ്ഥാനങ്ങൾക്ക് ശരിയായ ദിശാബോധം നൽകിയത് സോവിയറ്റ് യൂണിയനും മാർക്സിസ്റ്റ് ആശയത്തിന് വലിയ പങ്കുണ്ട്. നമുക്കറിയാം, 1920 റഷ്യയിലെ താഷ്കന്റിലാണ് നമ്മുടെ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നമ്മുടെ രാജ്യത്ത് എത്തിയതിനു ശേഷമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകണമെന്ന പ്രമേയം അഹമ്മദാബാദ് AICC സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. ആ കാലത്ത് കമ്മ്യൂണിസ്റ്റ് ആശയമുള്ളവരും കോൺഗ്രസിനകത്തായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അന്ന് കമ്മ്യൂണിസ്റ്റുകാരനായ ഹസ്രത്ത് മൊഹാനിയായിരുന്നു ആ പ്രമേയം AICC അവതരിപ്പിച്ചത്. അവിടെ അത് പരാജയപ്പെട്ടു. പക്ഷേ പിന്നീട് ഏറെ വർഷങ്ങൾ കഴിഞ്ഞാണെങ്കിലും ദേശീയ പ്രസ്ഥാനത്തിന് ആ ആശയം അംഗീകരിച്ച് മുന്നോട്ട് പോകേണ്ടതായി വന്നു. സ്വാതന്ത്ര്യം പ്രാപിച്ച മൂന്നാം ലോക രാഷ്ട്രങ്ങൾ സാമ്രാജ്യത്വം ലോകത്തിന് എന്താണ് സംഭാവന ചെയ്യുന്നത്? അവര് സമ്പന്നരെ അതിവേഗം സമ്പന്നരാകുന്നു, ദരിദ്രരെ കൂടുതൽ ദരിദ്രരാകുന്നു. ഇപ്പോ ചില കണക്കുകൾ വ്യക്തമാക്കുന്നത് കടുത്ത ദാരിദ്ര്യത്തിൽ ലോകത്ത് കഴിയുന്ന ആളുകളുടെ എണ്ണം 2021 അവസാനത്തോടെ 74 കോടിയാകുമെന്ന്, 10 കോടിയുടെ വർധനവുണ്ടാകുമെന്നാണ്. ആഗോള ജനസംഖ്യയിൽ 81 കോടി 10 ലക്ഷം ആളുകൾ പോഷകാഹാര കുറവാണ് അഭിമുഖീകരിക്കുന്നത്. ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കണക്ക്, പട്ടിണി മൂലം മരണമടയുന്നു. ലോകത്ത് ഓരോ മിനിറ്റിലും കടുത്ത പട്ടിണി മൂലം 11 പേരാണ് മരണപ്പെടുന്നത്. ഇവിടെ മുതലാളിത്ത വ്യവസ്ഥ വർത്തമാനകാലത്ത് നിരവധി ദുരന്തങ്ങളാണ് സംഭാവന ചെയ്തിട്ടുള്ളത്. അത് എന്തെന്ന് വിശദീകരിക്കാനും അതിന്റെ ദൗർബല്യങ്ങൾ തുറന്നു കാട്ടാനും കഴിയുന്നത് മാർക്സിസത്തിന് മാത്രമാണ്. മുതലാളിത്ത വ്യവസ്ഥക്കുള്ള ബദൽ സോഷ്യലിസ്റ്റ് വ്യവസ്ഥ മാത്രമാണ്. അതുകൊണ്ട് തന്നെ സോഷ്യലിസ്റ്റ് വ്യവസ്ഥ നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളെ ദുർബലപ്പെടുത്താനുള്ള പ്രവർത്തനമാണ് സാമ്രാജ്യത്വം ലോകവ്യാപകമായി സംഘടിപ്പിക്കുന്നത്. ചൈനയെ ഒറ്റപ്പെടുത്തുന്നതിന് അമേരിക്ക എല്ലാ രീതികളും ഉപയോഗിക്കുകയാണ്. യൂറോപ്യൻ സമൂഹത്തിൽ നിന്ന് ചൈനയെ ഒറ്റപ്പെടുത്തുന്നതിനുള്ള പരിശ്രമം നാം കാണുന്നു. മാത്രമല്ല, ചൈനയുടെ അയൽരാജ്യങ്ങളുമായി സൈനിക സഖ്യമുണ്ടാക്കാൻ അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ മറ്റൊരു സോഷ്യലിസ്റ്റ് രാഷ്ട്രമായ ക്യൂബക്കെതിരെ ഉപരോധം തുടരുകയാണ്. അതേ നിലപാട് തന്നെയാണ് വടക്കൻ കൊറിയയ്ക്കെതിരെ അമേരിക്കൻ സാമ്രാജ്യത്വം രംഗത്തിറങ്ങുന്നത് എന്നതും നാം കാണേണ്ടതായിരിക്കും. ഇവിടെ
സാമ്രാജ്യത്വം എല്ലാ സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളെയും ദുർബലപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഈ ഘട്ടത്തിൽ സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾ പുതിയ കാലഘട്ടത്തിന്റെ സവിശേഷതകൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിവരുന്നത്. സോഷ്യലിസ്റ്റ് വ്യവസ്ഥക്കേറ്റ തിരിച്ചടി ലോകത്ത് ഒരു പുതിയ സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നത് നാം കാണേണ്ടതായിരിക്കും. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വികാസം, ആഗോളവൽക്കരണ നയങ്ങളുടെ കടന്നുവരും, ഇതെല്ലാം അവരത് സ്വീകരിക്കുന്നത്. കാലാനുസൃതമായ നവീകരണത്തിലേക്ക് സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾ കടക്കുകയാണ്. ചൈന, ക്യൂബ, വടക്കൻ കൊറിയ, വിയറ്റ്നാം, ലാവോസ് ഇങ്ങനെയുള്ള അത് ജനങ്ങൾക്ക് നീതിയുക്തമായി വിതരണം ചെയ്യുക, അതിനുള്ള ഇടപെടലാണ് അവർ നടത്തുന്നത്. പുതിയ സാമ്പത്തിക നയം ചൈന പ്രഖ്യാപിച്ചത് ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ്. അതിന്റെ ഭാഗമായി ഒരു പ്രത്യേക ഘട്ടമാകുമ്പോൾ വിദേശ കമ്പനികളുമായി ഉണ്ടാക്കുന്ന കരാറുകളുടെ ഭാഗമായി ആ വിദേശ കമ്പനികളുടെ സാങ്കേതിക വിദ്യകൾ ചൈനയ്ക്ക് കൈമാറുന്ന തരത്തിലാണ് അത് വിഭാവന ചെയ്തത്. അതിന്റെ ഭാഗമായി അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം ചൈന ഒരുക്കുകയും ചെയ്യുകയാണ്. പുതിയ സാഹചര്യത്തിൽ ഇടപെട്ട് ഇത്തരം നേട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ ദൗർബല്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അസമത്വത്തിന്റെ, അഴിമതിയുടെ പ്രശ്നങ്ങൾ അവരെ അലട്ടുന്നുവെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ പാർട്ടി ചൈന സ്വീകരിക്കുന്ന ചില നിലപാടുകളെക്കുറിച്ച് നേരത്തെ തന്നെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. നമ്മുടെ കോഴിക്കോട് പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച പ്രത്യയശാസ്ത്ര പ്രമേയം, അതിലെ ചില വിമർശനങ്ങൾ നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട്. സാമ്രാജ്യ രാഷ്ട്രങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നില്ല. അത്തരം കാര്യങ്ങളിൽ ചൈനീസ് നിലപാടിനോടുള്ള വിമർശനം നേരത്തെ ഉന്നയിച്ചെടുത്തു തന്നെ നാം നിർത്തുകയാണ്. ലോക സംഭവങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഏറ്റവും അധികം കണക്കിലെടുക്കേണ്ടത് ഇന്നത്തെ ലോകത്തിൽ ഇടതുപക്ഷ മുന്നേറ്റങ്ങൾ വീണ്ടും സജീവമാവുകയാണ്. സോഷ്യലിസ്റ്റ് വ്യവസ്ഥ തകർക്കപ്പെട്ടെങ്കിലും റഷ്യയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത്. ആ പാർട്ടി ഈ അടുത്ത് റഷ്യൻ പാർലമെന്റിന്റെ അധോഷണിയായ ഡ്യൂമയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് റഷ്യൻ ഫെഡറേഷൻ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ 2016 42 സീറ്റിൽ
നേടിയ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ 57 സീറ്റായി വർദ്ധിപ്പിച്ചു. മാത്രമല്ല, കഴിഞ്ഞ തവണ 13% വോട്ട് ലഭിച്ച സ്ഥാനത്ത് അത് 19% ഉയർത്താനും കഴിയും. ഇത് നല്ല രീതിയിലുള്ള മുന്നേറ്റമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ഇതോടൊപ്പം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഇടതുപക്ഷ മുന്നേറ്റം പ്രകടമാണ്. അതിലേറ്റവും പ്രധാനമായത് ചിലിയിലുണ്ടായ മാറ്റമാണ്. ചിലിയിൽ ഇടതുപക്ഷക്കാരനായ ഗബ്രിയേൽ ബോറിക് അധികാരത്തിലെത്തിയിരിക്കുന്നു. ഇവിടെ നാം ഓർക്കേണ്ടത് 1973 സെപ്റ്റംബർ 13 ചിലിയിൽ അലൻഡയെ CIA-യുടെ ഇടപെടലിന്റെ ഭാഗമായി വെടിവെച്ചു കൊണ്ടുവന്നു. പിന്നീട് അവിടെ സാമ്രാജ്യ താൽപര്യങ്ങളാണ് അരങ്ങേറിയത്. എന്നാൽ അത്തരമൊരു രാജ്യത്താണ് ഈ മാറ്റം ഉണ്ടാക്കാനായിരുന്നു. ഈ അടുത്ത കാലത്ത് മെക്സിക്കോയിൽ, ബൊളീവിയയിൽ, പെറുവില്, ഹോണ്ടുറാസില്, നിക്കരാഗുവയിൽ എല്ലാം ഇടതുപക്ഷമാണ് വിജയിച്ചിരിക്കുന്നത്. നിക്കരാഗുവയിൽ തുടർച്ചയായ 4ാം വിജയമാണ് ഇടതുപക്ഷത്തിന് നേടാനായി. ബ്രസീലില് 2022 ഒക്ടോബറിൽ നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് മാധ്യമങ്ങൾ ഇപ്പോഴേ പ്രചരിപ്പിക്കുന്നു. വെനിസ്വേലയിലെ തെരഞ്ഞെടുപ്പ് നടന്ന 23 സംസ്ഥാനങ്ങളിൽ 19 ഇടതുപക്ഷം വിജയിച്ചിരിക്കുകയാണ്. അപ്പോ ലാറ്റിൻ അമേരിക്കയിൽ ഇടതുപക്ഷം കരുത്താർജിക്കുന്നുവെന്ന് വലതുപക്ഷ മാധ്യമങ്ങൾക്ക് പോലും വിലയിരുത്തേണ്ടി വരികയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അമേരിക്കൻ സാമ്രാജ്യത്വം ഇവിടങ്ങളിലെല്ലാം തുടരുന്ന തെറ്റായ സമീപനങ്ങൾക്കെതിരെയുള്ള കടുത്ത പ്രതിഷേധം, അതാണ് ഇത്തരം മാറ്റങ്ങൾക്ക് ഇടവരുത്തിയിരിക്കുന്നത്. ഇതോടൊപ്പം മധ്യേഷ്യയിലെ അമേരിക്കൻ നിലപാടുകളും വലിയ പ്രതിഷേധം വളർത്തുന്നുണ്ട്. പാലസ്തീൻകാർക്കെതിരായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ അമേരിക്കൻ ഇസ്രയേൽ കൂട്ടുകെട്ടിന്റെ ഭാഗമായി വളർന്നു വന്നിട്ടുള്ളത്. അമേരിക്ക എവിടെയൊക്കെ ആധിപത്യം ഉറപ്പിച്ചിട്ടുണ്ടോ അവിടങ്ങളിലെല്ലാം അവയ്ക്കെതിരായ പോരാട്ടങ്ങളും വളരുകയാണ്. ഇവിടെ ലോക സംഭവഗതികൾ പരിശോധിക്കുമ്പോൾ നാം കാണേണ്ട മറ്റൊരു വസ്തുതയും, അത് ലോകത്ത് ഇന്നത്തെ കാലത്ത് നിലനിൽക്കുന്ന ഇസ്ലാമിക് ഫണ്ടമെന്റലിസം, അവര് സാമ്രാജ്യത്തിന് ബദല് തങ്ങളാണ് എന്ന് അവകാശപ്പെടുന്നത്. എന്നാൽ ലോകത്ത് ഇസ്ലാമിക തീവ്രവാദം രൂപപ്പെടുത്തിയത് തന്നെ അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. അമേരിക്കയുടെ എല്ലാ പിന്തുണയോടും കൂടിയാണ് ആ കൂട്ടർ വളർന്നു വന്നത് എന്ന യാഥാർത്ഥ്യം നാം ഓർക്കേണ്ടതായിരിക്കും. ഇപ്പോൾ മധ്യേഷ്യയിലെ ഭരണ നേതൃത്വങ്ങളും സോവിയറ്റ് യൂണിയനുമായി
നല്ല ബന്ധത്തിലാണ് കഴിഞ്ഞിരുന്നത്. അതിന്റെ ഭാഗമായി അവയെ അട്ടിമറിക്കാനാണ് ഇസ്ലാമിക തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് സ്വീകരിച്ചത്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ, ഇപ്പോഴത്തെ താലിബാന്റെ ഭരണം, അതിന് നേതൃത്വം കൊടുക്കുന്ന താലിബാൻ, അവര് ഇതിന്റെ ഭാഗമായി വന്നവരാണ് എന്നത് നാം കാണേണ്ടതായിരുന്നു. അമേരിക്ക തയ്യാറാക്കിയ ഒരു രഹസ്യ പദ്ധതിയുടെ ഭാഗമായാണ് ഇസ്ലാമിക തീവ്രവാദം വളർത്തിയെടുത്തത്. ഇപ്പോ അഫ്ഗാനിസ്ഥാനിലെ അമേരിക്ക സ്വീകരിച്ച നിലപാട്, അവിടെ താലിബാനുമായി അമേരിക്ക നേരിട്ട് ചർച്ച നടത്തി. അതിന്റെ ഫലം എന്താ? അവിടെയുള്ള അഫ്ഗാനിസ്ഥാൻ ഉണ്ടായിരുന്ന സർക്കാരിന് പിന്നീട് ഒന്നും ചെയ്യാനായി. അവര് അമേരിക്ക താലിബാനെ അംഗീകരിച്ചതോടെ പൂർണ്ണമായും കീഴടങ്ങേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അപ്പോ താലിബാന് അമേരിക്ക നൽകിയ അംഗീകാരമാണ് ഇപ്പോഴത്തെ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായ അവസ്ഥക്ക് ഇടയാക്കിയത് എന്നത് നാം കാണേണ്ടതായിരുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇസ്ലാമിക ഭീകരവാദത്തെയും ഇസ്ലാം മതവിശ്വാസത്തെയും കൂട്ടിക്കെട്ടാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. ഇത് തികച്ചും അശാസ്ത്രീയമാണ്. ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ഇരയാവുന്നത് യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസികൾ തന്നെയാണ്. ലോകത്തെ കാര്യങ്ങൾ വെച്ചുവെച്ചാൽ നമുക്ക് കാണാനാവും. അതോടൊപ്പം ഈ ഇസ്ലാമിക ഭീകരവാദത്തിനെതിരായി പോരാടുന്നതും ആ പോരാട്ടം നയിക്കുന്നതും യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസികൾ തന്നെയാണ്. ഇത് ലോകരംഗത്തുള്ള കാഴ്ചയാണ്. നമ്മുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി അമേരിക്ക രൂപപ്പെടുത്തിയ ഒന്നാണ് ഇസ്ലാമിക ഭീകരവാദം. ഇത് കൃത്യമായി തിരിച്ചറിയാൻ നമുക്ക് കഴിയും. അമേരിക്ക ഓരോ രാജ്യത്തിലും, ഇറാഖായാലും ലിബിയായാലും എവിടെയെല്ലാം ഇടപെട്ടോ അവിടെയൊക്കെ ജനാധിപത്യപരമായ ജീവിത രീതികളാണ് ഉണ്ടായത്. അതെല്ലാം തകർക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അത്തരം രാജ്യങ്ങളിൽ വംശീയത, വിഘടനവാദം എല്ലാം പ്രോത്സാഹിക്കപ്പെടുന്ന അവസ്ഥയാണ് വന്നു ചേർന്നിട്ടുള്ളത്. മുതലാളിത്ത വ്യവസ്ഥ ലോകത്ത് പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുകയാണ്. അവയ്ക്കെതിരായി വലിയ കലാപങ്ങൾ, വാൾസ്ട്രീറ്റ് പ്രക്ഷോഭം പോലുള്ള, മുല്ലപ്പൂ വിപ്ലവം പോലുള്ള ഒട്ടേറെ പ്രക്ഷോഭങ്ങൾ ഉയർന്നു. പക്ഷെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ആ പ്രക്ഷോഭകാലത്ത് ലോകമാകെ ശ്രദ്ധിക്കുന്ന രീതി നിലനിന്നു. അത് കഴിഞ്ഞപ്പോഴോ അവിടെ തന്നെ പഴയ രീതിയിലേക്ക് തിരിച്ചുപോയി. അതായത് വ്യവസ്ഥക്കൊരു മാറ്റവും വരുന്നില്ല. വ്യവസ്ഥ അതേപോലെ തോന്നും. എന്തുകൊണ്ടാണെന്ന് ഇവിടെ കൃത്യമായ ഒരു ബദൽ കാഴ്ചപ്പാടില്ല, ബദൽ നയമില്ല. അതിന്റെ ഭാഗമായ അപ്പോ ശക്തമായ ശരിയായ ബദൽ നയവും അത് നടപ്പിലാക്കാനുള്ള ശക്തമായ സംഘടനാ സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ മുതലാളിത്തത്തെ മാറ്റി ഗുണപരമായ വ്യവസ്ഥയിലേക്ക് എത്തിച്ചേരാനാവുകയുള്ളൂ. മുതലാളിത്ത രാഷ്ട്രങ്ങളിൽ അസംതൃപ്തി നല്ലതുപോലെ ഉയരുന്നുണ്ട്. ശരിയായ ബദലിന്റെ അഭാവത്തിൽ പൂർണ്ണ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല എന്ന് മാത്രം. സാമ്രാജ്യത്വം ഇപ്പോ പരിസ്ഥിതിയും തകർക്കുകയാണ്. ലോക ജനസംഖ്യയുടെ 12% ജീവിക്കുന്ന വികസിത രാഷ്ട്രങ്ങൾ, അവരാണ് കഴിഞ്ഞ 170 വർഷങ്ങൾക്കുള്ളിൽ ഹരിതവാതകങ്ങളുടെ 50% പുറത്തുവിട്ടത്.
അതുകൊണ്ട് തന്നെ വികസിത രാഷ്ട്രങ്ങൾ ഇത് പരിഹരിക്കാൻ ബാധ്യതയുള്ളവരാണ്. പക്ഷേ അത് പരിഹരിക്കാൻ തയ്യാറാകുന്നില്ല. ഇപ്പൊ ചില രാജ്യങ്ങൾ കാർബൺ ബഹിർഗമനത്തിലെ വെട്ടിക്കുറവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് അതേപടി നടപ്പാക്കിയാൽ പോലും താപവർധന 2.4 ഡിഗ്രി വരെ ഉയരുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. മുതലാളിത്ത രാഷ്ട്രങ്ങളുടെ തെറ്റായ നയസമീപനമാണ് ലോകത്തെ ദുരിതത്തിലേക്ക് നയിക്കുന്നത്. ദേശീയ രംഗത്ത് നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം നാം വികസിപ്പിച്ചെടുത്ത എല്ലാ ഗുണപരമായ പാരമ്പര്യങ്ങളും തകർക്കുന്നു എന്നതാണ്. രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന എല്ലാ മൂല്യങ്ങളെയും തകർക്കുന്ന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. ഇവിടെ BJP അധികാരത്തിലെത്തിയതോടെ സാധാരണ രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലെത്തുന്നത് പോലെയല്ല, RSS നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് BJP. RSS ആണെങ്കിൽ ശരിയായ ഫാസിസ്റ്റ് കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്ന സംഘടനയാണ്. അവര് രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കളായി തന്നെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയുമാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് പാർട്ടി നേരത്തെ നൽകിയിരുന്ന മുന്നറിയിപ്പുകൾ അക്ഷരം പ്രതി വസ്തുതയായി മാറുകയാണ്. പാർലമെന്ററി ജനാധിപത്യം തകർക്കാൻ നോക്കുന്നു, മതനിരപേക്ഷത തകർക്കാൻ നോക്കുന്നു. നമ്മുടെ രാജ്യം ഇത്തരമൊരു നയം നടപ്പാക്കുമ്പോൾ ഈ നയങ്ങളെ കോർപ്പറേറ്റുകൾ വലിയ തോതിലാണ് പിന്താങ്ങുന്നത്. കോർപ്പറേറ്റുകളാണ് രാജ്യത്തെ മാധ്യമങ്ങളിൽ മഹാഭൂരിഭാഗത്തെയും നിയന്ത്രിക്കുന്നത്. ആ മാധ്യമങ്ങളെയും അവരുടെ വിഭവങ്ങളെയും ഈ അജണ്ട വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് നാം കാണുന്നത്. ആഗോളവൽക്കരണം മുന്നോട്ട് വെക്കുന്ന തുറന്ന കമ്പോള വ്യവസ്ഥ അത് നേരത്തെ രാജ്യത്ത് നടപ്പാക്കാൻ ശ്രമിച്ചത് കോൺഗ്രസ് ആയിരുന്നു. പക്ഷെ ആ കാലത്ത് സംഘപരിവാർ അത് പൂർണ്ണമായും സ്വീകരിച്ചു. ഇപ്പോ ഇന്ത്യയിൽ നടപ്പാക്കിയ പഞ്ചവത്സര പദ്ധതി പൊതുമേഖലാ സംവിധാനങ്ങൾ രൂപപ്പെടുത്തൽ ഇതിനെല്ലാം എതിർക്കുന്ന സമീപനമാണ് നേരത്തെ തന്നെ BJPയുടെ മുൻഗാമിയായിരുന്ന ജനസംഘം സ്വീകരിച്ചിരുന്നു. ആ നയത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോ മോഡി സർക്കാർ രാജ്യത്ത് കാര്യങ്ങൾ നടപ്പാക്കി വരുന്നത്. നമ്മുടെ ഭരണഘടനയ്ക്ക് പരിമിതികളൊക്കെയുണ്ട്. എങ്കിലും ഫെഡറൽ സംവിധാനത്തിന്റെ സാധ്യതകൾ അത് മുന്നോട്ട് വെക്കുന്നു. പക്ഷേ അത് തകർക്കാനുള്ള നീക്കമാണ് ഇപ്പോ നടക്കുന്നത്. കാശ്മീരിന്റെ സ്വയംഭരണാവകാശം അത് കാറ്റിൽ പറത്തുകയും സംസ്ഥാനം എന്ന നില തന്നെ ഇല്ലാതാക്കുകയും ചെയ്യും. ലക്ഷദ്വീപിന്റെ സ്വാഭാവികമായ ജീവിതത്തെ, അവിടുത്തെ ജീവസന്ധാരണത്തെ തടസ്സപ്പെടുത്തുന്ന നടപടികളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ടു. ഗ്രാമസഭകളടക്കം നേരിട്ട് വിളിച്ചു ചേർക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. മതനിരപേക്ഷത തകർക്കുക,
മതനിരപേക്ഷതയുടെ എല്ലാ ഘടകങ്ങളും ഇല്ലാതാക്കുക, ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കെതിരെയുള്ള സംഘടിതമായ നീക്കം. മതനിരപേക്ഷതയുടെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ മതവിശ്വാസികൾക്കും, ഒരു മതത്തിൽ വിശ്വസിക്കാത്തവർക്കും നമ്മുടെ രാജ്യത്ത് പൂർണ്ണമായി തുല്യനിലയിൽ ജീവിക്കാമെന്നതാണ്. എന്നാൽ അതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പൗരത്വ നിയമ ഭേദഗതി മതാടിസ്ഥാനത്തിൽ പൗരത്വം നിലകൊണ്ടുവരാൻ നോക്കി. വിവാഹമോചനം എല്ലാ സമുദായത്തിലുമുണ്ട്, അത് സിവിലായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ മുസ്ലിമിന്റെ വിവാഹമോചനം ക്രിമിനൽ കുറ്റമാക്കി മാറ്റുന്ന നിലപാട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചത് ഇതിന്റെ ഭാഗമായി തന്നെയാണ്. ഗോവധ പ്രശ്നം, പശുവിന്റെ പ്രശ്നത്തിന്റെ മേലെ മതനിരപേക്ഷതയുടെ കടക്കൽ കത്തിവെക്കുന്ന നടപടി ഒട്ടേറെ ആക്രമണങ്ങളും കൊലപാതകങ്ങളും രാജ്യത്തരങ്ങളിൽ. ഇതിന്റെ ഭാഗമായി ഗ്രാമങ്ങളിലടക്കം വർഗീയ വികാരം ശക്തിപ്പെടുന്ന നിലയാണ് ഉണ്ടായിരിക്കുന്നത്. വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാനാണ് ശ്രമം വന്നത് നാം കൃത്യമായി കാണേണ്ടതായിരുന്നു. ഇതോടൊപ്പം തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുകയാണ്. പട്ടികജാതി വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനെതിരെയുള്ള നിയമം ദുർബലമാക്കുന്ന സുപ്രീം കോടതി വിധി വന്നപ്പോൾ അതിനെതിരെ പ്രതിഷേധമുയർന്നു. ആ പ്രതിഷേധിച്ച ദളിത് വിഭാഗത്തിന് നേരെ ക്രൂരമായ മർദ്ദനം, 8 ദളിതർ കൊല ചെയ്യപ്പെട്ടു. മധ്യപ്രദേശിൽ ദളിതർക്ക് നേരെ വെടിവെപ്പുണ്ടായി. ഭീമാ കൊറവോ സംഭവവുമായി ബന്ധപ്പെട്ടും ദളിതർക്ക് നേരെ ആക്രമണമുണ്ടായി. ഉത്തർപ്രദേശിലെ ദളിത് വിഭാഗത്തിന് നേരെ തുടർച്ചയായ ആക്രമണമാണ് നടക്കുന്നത്. കാശ്മീരിലെ കത്വ ക്ഷേത്രത്തിലെ മുസ്ലിം പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊല ചെയ്ത സംഭവം, അതുപോലെ തന്നെ ആ ഗോവധ പ്രശ്നത്തിന്റെ ഘട്ടത്തിൽ അഖ്ലാഖിനെ കൊലപ്പെടുത്തിയ സംഭവം, ട്രെയിനിൽ മുസ്ലിം ജനവിഭാഗത്തെ ആക്രമിക്കുന്ന അവസ്ഥ, ഇതെല്ലാം നമ്മുടെ രാജ്യം ഞെട്ടലോടെ കേട്ട കാര്യമാണ്. ക്രിസ്ത്യൻ ജനവിഭാഗത്തിൽപ്പെട്ടവരും വലിയ തോതിൽ ആക്രമിക്കപ്പെടുകയാണ്. ഒറീസയിലെ ഗൃഹാസ്ഥന്റെയും 2 മക്കളുടെയും കൊലപാതകം ആ കാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇപ്പോ കഴിഞ്ഞ ദിവസം ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആക്രമണങ്ങളാണ് ക്രൈസ്തവർക്ക് നേരെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ സംഘപരിവാറുകാർ അഴിച്ചുവിട്ടു. ഡിസംബർ 24 രാത്രി സംഘപരിവാറുകാരിൽ സാന്താക്ലോസ് മൂർദാബാദ് എന്ന് ആക്രോശിച്ചുകൊണ്ട് കോലം കത്തിക്കുന്ന നിലപാടെടുത്തു. വാരാണസിയിലെ ചാന്ദാരി ജില്ലയിലെ ഒരു ആശ്രമത്തിൽ ക്രിസ്മസ് പരിപാടി നടക്കുകയാണ്. അതിനിടെ സംഘപരിവാറുകാർ കാവിക്കൊടിയുമായി അതിക്രമിച്ചു കയറി മതപരിവർത്തനം നടത്തുന്നുവെന്ന് ആരോപിച്ച് ജയ് ശ്രീറാം എന്ന് വിളിച്ച് അട്ടഹസിച്ചുകൊണ്ട് അക്രമം നടത്തുന്ന നിലയുണ്ടായി. ഉത്തർപ്രദേശിൽ നിരവധി സംഭവങ്ങളാണ് ഈ തരത്തിലുണ്ടായത്. ഹരിയാനയിലെ അംബാലയിൽ ക്രിസ്മസ് ദിനനാളിൽ ഉച്ചയ്ക്ക് ഒരു അജ്ഞാത സംഘം ബ്രിട്ടീഷ് കാലത്ത് നിർമ്മിച്ച ഹോളി റിഡീമർ പള്ളി ആക്രമിച്ച് യേശുക്രിസ്തുവിന്റെ പ്രതിമ തകർക്കുന്നതിന് കുരുക്ഷേത്രയിൽ ജയ് ശ്രീറാം എന്ന് അട്ടഹസിച്ചുകൊണ്ട് സംഘപരിവാറുകാർ പള്ളിയിലെ ക്രിസ്മസ് ആഘോഷം
തടസ്സപ്പെടുത്തി. മാത്രമല്ല, അവര് പള്ളിയിൽ അതിക്രമിച്ച് കയറി അവിടെയുള്ള ഉച്ചഭാഷണിയിലൂടെ ഹിന്ദു ഭക്തിഗാനങ്ങൾ പാടുന്ന അവസ്ഥ സ്വീകരിച്ചു. ഗുരുഗ്രാമിലെ പട്ടോടിയിലുള്ള ഒരു സ്കൂളിൽ ക്രിസ്മസ് പരിപാടിയിലേക്ക് സംഘപരിവാറുകാർ ആക്രോശിച്ചുകൊണ്ട് അതിക്രമിച്ചു കയറി. ആസാമിലെ ഹിന്ദുക്കളെ പങ്കെടുപ്പിക്കരുത് എന്ന് ആ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ബജ്രംഗ് ഗുവാഹത്തിയിലെ സിൽച്ചാറിൽ നടന്ന ക്രിസ്മസ് ആഘോഷങ്ങൾ തടയുന്ന നിലയെടുത്തു. ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ആഘോഷിച്ചു, എന്നാൽ ഹിന്ദുക്കളെ പങ്കെടുപ്പിച്ച് ആഘോഷം നടത്താൻ അനുവദിക്കില്ല. ഇതായിരുന്നു ബജ്രംഗ് പ്രവർത്തകർ എടുത്തു പറഞ്ഞത്. അപ്പോ ഇവിടെ പറയുന്നതെല്ലാം വലിയ തോതിൽ മതപരിവർത്തനം നടത്തുന്നതാണ്. സ്വാതന്ത്ര്യം ലഭിച്ച് 7.5 പതിറ്റാണ്ട് പിന്നിടുന്നു. രാജ്യത്തെ ക്രിസ്ത്യൻ ജനസംഖ്യ 2.3%. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്നവരെ മതം മാറ്റാനുള്ള ഈ സംഘപരിവാർ ആരോപിക്കുന്ന പോലുള്ള ശ്രമങ്ങൾ നടന്നിരുന്നുവെങ്കിൽ ഈ സംഖ്യയിൽ മാറ്റമുണ്ടാകും. അങ്ങനൊരു മാറ്റം നമ്മുടെ അനുഭവത്തിൽ കാണാനില്ല. ന്യൂഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം എന്ന ഒരു NGO ഉണ്ട്. അവർ ഈ അടുത്ത ദിവസം ഒരു കണക്കുകൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ കണക്കുകളിൽ നമ്മുടെ ഇവിടെ വാർത്തയിലേക്കും വന്നിട്ടുണ്ട്. അതിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം 2015 ക്രൈസ്തവർക്കെതിരായി രാജ്യത്ത് നടത്തിയ ആക്രമണം 142. എന്നാൽ 2016 അത് 226. 2017 248, 18 292, 19 328, 20 278, 21 478. ഈ വർഷത്തെ ആക്രമണത്തിന്റെ കണക്കെടുത്താൽ ഉത്തർപ്രദേശിലാണ് ഏറ്റവും അധികം അക്രമ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, 99. ഛത്തീസ്ഗഡ് 89, കർണാടക 58, ജാർഖണ്ഡ് 44, മധ്യപ്രദേശ് 32, ബീഹാർ 29, തമിഴ്നാട് 20. ഇങ്ങനെ രാജ്യവ്യാപകമായി ക്രിസ്ത്യൻ ജനവിഭാഗത്തെ ആക്രമിക്കുന്ന രീതിയാണ് സംഘപരിവാർ സ്വീകരിക്കുന്നത്. അവരെ ഇവിടെ സ്വീകരിക്കുന്നത് നോക്കണം. ഇവിടെ വലിയ ക്രിസ്ത്യൻ സ്നേഹവുമായിട്ട് അവർ ചേർന്ന് ചുറ്റിത്തിരിയുന്നത് നമ്മൾ കാണുന്നുണ്ട്. കേരളത്തിന്റെ അന്തരീക്ഷം നമ്മളിവിടെ ശക്തമായ മതനിരപേക്ഷതയുടെ സാമൂഹ്യ അന്തരീക്ഷമാണ് നിലനിർത്തുന്നത്. ഇത്തരം ആക്രമണങ്ങൾക്ക് ശക്തമായ പ്രതിരോധമുള്ള നാടാണ് കേരളം. അതുകൊണ്ടാണ് ഇത്തരമൊരവസ്ഥ ഇവിടെ നിലനിൽക്കുന്നത്. ഇവിടെ മറ്റുള്ളിടത്ത് പോലുള്ള ഏർപ്പാടുകൾ നടത്താൻ പറ്റില്ല, എന്നാൽ തങ്ങൾക്ക് ലാഭമുണ്ടാക്കാൻ പറ്റുമെന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് കുറച്ചൊരു സ്നേഹം പ്രകടിപ്പിച്ചാളിയാന്നുള്ള മട്ടില് കാര്യങ്ങൾ കേരളത്തിൽ സംഘപരിവാറുകാർ നീക്കുന്നത്. ഇവിടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ വലിയ തോതിൽ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ
കോർപ്പറേറ്റ് ടാക്സ് ഇനത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം കേന്ദ്ര സർക്കാർ ഇളവ് ചെയ്തത് 1,45,000 കോടി രൂപയാണ്. കോർപ്പറേറ്റുകളുടെ വിഷമം മനസ്സിലാക്കി ചെയ്ത കാര്യം. അപ്പോൾ കോർപ്പറേറ്റുകളുടെ അജണ്ടയാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു പുറമെ അവര് ബാങ്കിൽ നിന്ന് വായ്പകളെടുക്കും. കോർപ്പറേറ്റുകളുടെ വായ്പ തിരിച്ചടക്കില്ല. നമ്മൾ തിരിച്ചടച്ചിട്ട് സാധാരണക്കാരെ തിരിച്ചടച്ചിട്ടെങ്കിൽ എന്താ വരിക എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ കോർപ്പറേറ്റുകൾ തിരിച്ചടക്കില്ല. അവരെ സംരക്ഷിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് വരികയാണ്. ഇപ്പോ നമ്മുടെ രാജ്യത്ത് പൊതുമേഖലാ ബാങ്കുകൾ കോർപ്പറേറ്റുകൾക്ക് നൽകിയ ലോണുകൾ അവർ തിരിച്ചടക്കാത്തതിന്റെ ഭാഗമായി എഴുതിത്തള്ളിയത് എത്രയാണെന്നറിയാം? 8,75,000 കോടി രൂപ. അപ്പോൾ 8,75,000 കോടി രൂപ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി എഴുതിത്തള്ളിയിരിക്കുന്നു. കോർപ്പറേറ്റുകൾ അടക്കേണ്ട നികുതി വേറൊരു ഭാഗത്ത് എഴുതിത്തള്ളു വേണ്ടാന്ന് നോക്കും. അപ്പോ ഇത്തരം പണം കൃത്യമായി വാങ്ങിയിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കേണ്ട പലതരത്തിലുള്ള പദ്ധതികൾ, സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ നല്ല രീതിയിൽ നടപ്പാക്കാനാകുമായിരുന്നു. ജനങ്ങൾക്ക് ഭാരം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില അനുദിനം വർദ്ധിപ്പിക്കുന്നു. അതേസമയം രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വലിയ തോതിൽ പ്രീണനം. കോർപ്പറേറ്റുകൾക്ക് രാജ്യത്തെ തന്നെ പണയം വെക്കുന്ന നിലപാടിലേക്കാണ് BJP ഗവൺമെന്റ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ നടന്ന കർഷക പ്രക്ഷോഭം 720ഓളം കർഷകരാണ് ഈ സമരത്തിൽ രക്തസാക്ഷിത്വം വരിച്ചത്. വലിയ തോതിലുള്ള എതിർപ്പുകൾ, അതിനെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ, കടുത്ത നടപടികൾ എല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായി. പക്ഷേ അതിനെല്ലാം നേരിട്ട് വലിയ പോരാട്ടത്തിലൂടെ 1 വർഷത്തിലധികം നീണ്ടുനിന്ന ആ പ്രക്ഷോഭത്തിലൂടെ നല്ല രീതിയിൽ വിജയം കൈവരിക്കാൻ ആ പ്രക്ഷോഭത്തിന് സാധിച്ചു. കാർഷിക മേഖലയിലെ തെറ്റായ നയങ്ങൾക്കെതിരായി ഇത്തരമൊരു കർഷക പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ നമ്മളും നമ്മുടേതായ പങ്ക് വഹിച്ചു എന്നത് ഇതിന്റെ കൂടെ നാം കാണേണ്ടതായിട്ടുണ്ട്. ഇതോടൊപ്പം തൊഴിലാളി വർഗത്തിന്റെ പോരാട്ടവും രാജ്യത്ത് നല്ല നിലക്ക് തന്നെ ഉയർന്നു വരികയാണ്. പൊതുമേഖല സ്വകാര്യവൽക്കരിക്കല്, തൊഴിൽ നിയമങ്ങൾ അട്ടിമറിക്കല്, അതെല്ലാം എതിരെ വലിയ തോതിലുള്ള പ്രക്ഷോഭം രാജ്യത്ത് വിവിധ ഘട്ടങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇപ്പോ വലിയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കഴിഞ്ഞ നവംബർ 26-ാം തീയതി 2020 25 ലക്ഷം തൊഴിലാളികൾ പങ്കെടുത്ത പ്രക്ഷോഭമാണ് നടന്നത്. 10 ലക്ഷം ബാങ്ക് ജീവനക്കാരെ സ്വകാര്യവൽക്കരണത്തിനെതിരായി ഈ കാലയളവിൽ പ്രക്ഷോഭം നടത്തി. അടുത്ത ഫെബ്രുവരി മാസം രാജ്യവ്യാപകമായ പൊതുപണിമുടക്കിൽ നീങ്ങും എന്ന് കേന്ദ്ര ട്രിബ്യൂണലുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പൊ തൊഴിലാളി കർഷക ഐക്യം ഇത് കൃത്യമായി നമുക്ക് മുന്നോട്ട് വെക്കാനായിട്ടുണ്ട്. പാർട്ടിയുടെ ആ നിലപാടിൽ ചേർന്നുകൊണ്ടുള്ള മുന്നേറ്റം ഉയർത്തിക്കൊണ്ടുവരാനാണ് നാം ശ്രമിക്കുന്നത്. തൊഴിലാളികളും കർഷകരും മാത്രമല്ല, യുവാക്കള്, ആദിവാസികള്, മഹിളകള്, വിദ്യാർത്ഥികള് എല്ലാം ഇത്തരം പ്രക്ഷോഭങ്ങൾ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഇതിന്റെല്ലാം ഫലമായി വലിയ തോതിലുള്ള ഒരു പ്രതിഷേധ ചിത്രം രാജ്യത്താകെ ഉയർന്നു വന്നിട്ടുണ്ട് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പടിഞ്ഞാറൻ ബംഗാളിൽ BJPക്ക് വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാകുന്നു, ഇടതുപക്ഷം അല്ലാതെ ദുർബലമാകുന്നു എന്നത് കൊടുമ്പിരിക്കൊണ്ട പ്രചാരവേദിയായിരുന്നു വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തിയിരുന്നത്. എന്നാൽ ഇപ്പോ അവിടുത്തെ ചിത്രം വ്യത്യസ്തമായി മാറുന്നു. ഇപ്പൊ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൽക്കത്ത നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്, കൽക്കത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ്, ഇവിടെയൊക്കെ
വോട്ടിംഗ് ശതമാനത്തില് BJPയെ പിന്തള്ളി ഇടതുമുന്നണി 2ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. 142 വാർഡില് മത്സരിച്ച BJPക്ക് 42 സീറ്റിൽ മാത്രമാണ് 2ാം സ്ഥാനത്തെത്താനായത്. എന്നാൽ ഇടതുമുന്നണി 68 സീറ്റിൽ 2ാം സ്ഥാനത്തെത്തി. പൊതുതെരഞ്ഞെടുപ്പില് ഇടതുമുന്നണിക്ക് ഇവിടെ ലഭിച്ചത് 5.1% വോട്ടായിരുന്നു. ഇപ്പോൾ അത് 12% വർദ്ധിച്ചു. BJPക്ക് 28% വോട്ട് നേരത്തെ ഉണ്ടായിരുന്നു. അത് 9.2% ഇടിഞ്ഞു. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും സ്ഥിതിഗതികൾ മാറുകയാണ്. ശാന്തിപൂർ നിയോജക മണ്ഡലത്തിലേക്ക് ഇടതുമുന്നണി പിന്തുണച്ച സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരുന്നത് 8% വോട്ടായി. ഇപ്പോ CPIM സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ചപ്പോൾ 22% വോട്ട് അവിടെ കിട്ടി. ഇപ്പൊ തൃണമൂൽ കോൺഗ്രസിന്റെ ഭീകരമായ ആക്രമണം കൽക്കത്ത കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും ഉണ്ടായി. അതിനെല്ലാം മറികടന്നുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു തിരിച്ചുവരവ് ഇടതുമുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ BJP രാജ്യത്താകെ നടപ്പാക്കുന്ന ഇത്തരം നയങ്ങൾക്കെതിരെ ആർക്ക് ഒരു ബദലായി മാറാൻ കഴിയും എന്നൊരു പ്രശ്നം പ്രധാനമായും ചർച്ച ചെയ്യുന്നൊരു ഘട്ടമാണ്. ഇതില് സംഘപരിവാറിന്റെ പ്രത്യയശാസ്ത്രപരമായ നിലപാടുകളെ എതിർക്കണം, ആഗോളവൽക്കരണമായ അടക്കമുള്ള കാര്യങ്ങളിൽ ബദൽ കാഴ്ചപ്പാടുകളും. ഇക്കാര്യത്തിൽ ഇടതുപക്ഷത്തിന് മാത്രമേ അത്തരത്തിലുള്ള കൃത്യതയാർന്ന നയങ്ങളുള്ളൂ. അപ്പോൾ ഇടതുപക്ഷത്തോടൊപ്പം ജനാധിപത്യ ശക്തികളെയും ഗ്രൂപ്പുകളെയും കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോവുക എന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. അത്തരം കാഴ്ചപ്പാടുകൾ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കാൻ ഇടതുപക്ഷത്തിൽ അടക്കമുള്ള ഒരു സഖ്യത്തിന് മാത്രമേ കഴിയൂ എന്ന് വരുമ്പോൾ കോൺഗ്രസിന്റെ നില എന്താണ് എന്നത് ആലോചിക്കേണ്ടത്. ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. BJPയുടെ അതേ സാമ്പത്തിക നയം അതാണ് കോൺഗ്രസ്. വർഗീയതയുടെ കാര്യത്തിൽ വർഗീയ പ്രീണ നയമാണ് കോൺഗ്രസ്. അപ്പോ BJPക്ക് ഒരു ബദലാകാൻ, കോൺഗ്രസിന് ബദലാകാൻ ഇതുകൊണ്ട് തന്നെ കഴിയും. മാത്രമല്ല, ഒരു മതനിരപേക്ഷ ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കാണ് നമ്മുടെ രാജ്യം. ഭരണഘടന വിഭാഗം ചെയ്തത് അങ്ങനെയാണ്. അടുത്ത ദിവസമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇതൊരു ഹിന്ദു രാഷ്ട്രമാക്കണം. അപ്പോ BJPക്ക് ബദലാകലല്ല, BJPയുടെ PTയുമായി മാറുക. പ്രത്യയശാസ്ത്രപരമായി ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് പ്രതിരോധം തീർക്കുന്നതിന് പകരം അവരുമായി സമരസപ്പെടാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഇപ്പൊ ശക്തമായ ബദൽ സമീപനം കോൺഗ്രസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ നേതാക്കൾ ഒന്നിനു പുറകെ ഒന്നായി BJPയിലേക്ക് ചേർന്ന് വരികയാണ്. പഴയ ഒട്ടേറെ കണക്കുകളുണ്ട്, ഒന്നിലേക്കും ഇപ്പോ പോകുന്നില്ല. ഇപ്പോ രാജ്യത്ത് നടന്ന കർഷക പ്രക്ഷോഭത്തിന് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. BJP വിരുദ്ധ വികാരം ആ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി വലിയ തോതിൽ അവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം, അധിക ദിവസമായില്ല, അവിടെ കോൺഗ്രസ് MLAമാര് 2 പേരും BJPയിലേക്ക് ചേർത്തത് എന്ന വാർത്ത നമ്മൾ കേട്ടു. ഇതാണ് കോൺഗ്രസ്. MPമാര്, MLAമാര്, കോൺഗ്രസ് നേതാക്കന്മാര്, വിവിധ തലങ്ങളിലുള്ളവര് എല്ലാം BJPയിലേക്ക് ചേർത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ കോൺഗ്രസിനോട് ജനങ്ങൾക്ക് വിശ്വാസമില്ല.
കോൺഗ്രസിന് വിശ്വാസത്തിലെത്തുന്നില്ല. അവർക്കൊരു ബദലാകാനും കഴിയും. അപ്പൊ നാം കാണുന്നത് BJPക്കെതിരായി രാജ്യത്താകെ ശക്തമായ ജനവികാരം. BJP വീണ്ടും അധികാരത്തിൽ വരുന്നത് അങ്ങേയറ്റം നിരാശകരമാണ്. അതുകൊണ്ട് തന്നെ ഓരോ സംസ്ഥാനത്തിലും BJPക്കെതിരായി നിലനിൽക്കുന്ന സാഹചര്യം ഉപയോഗപ്പെടുത്തി അവർക്കെതിരെയുള്ള ഒരു ഐക്യനില വളർത്തിയെടുക്കുക. അതിൽ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാറുണ്ട്. അപ്പോൾ ഓരോ സംസ്ഥാനത്തു നിന്നും BJP ഇങ്ങനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ അഖിലേന്ത്യാ തലത്തിൽ ഒരു കൂട്ടായ മതിൽ ഉയർന്നു വരുന്നതിന് സഹായകരമാണ്. അതിന് നിർണായകമായ പങ്കുവഹിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയേണ്ടതായിരുന്നു. ഇടതുപക്ഷത്തിന് വിശ്വാസ്യത ജനങ്ങളിലുണ്ട്. ഇടതുപക്ഷം ഉയർത്തുന്ന ബദൽ അത് കൃത്യതയോടെ ഉള്ളതാകുമെന്നും ജനങ്ങൾ കാണുന്നു. അപ്പോ ഇടതുപക്ഷം കൂടി ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പൊതു മുന്നേറ്റം ഉണ്ടായാൽ അത് കൂടുതൽ വിശ്വാസ്യതയ്ക്ക് വഴിവെക്കും എന്ന് തന്നെയാണ് കാണുന്നത്. ഇപ്പൊ രാജ്യം നേടിയ നേട്ടങ്ങളെല്ലാം തകർക്കുന്ന BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക, അതിന് നല്ല രീതിയിൽ രാജ്യത്ത് നടക്കുന്ന പ്രക്ഷോഭങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സ്വതന്ത്രമായ ശേഷിയും കരുത്തും വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പ്രക്ഷോഭ സമരങ്ങൾ കൂടുതൽ ഊന്നേണ്ടതായിട്ടുണ്ട്. ഹിന്ദുത്വ വർഗീയ ആശയങ്ങളെ പ്രതിരോധിക്കുക, മതനിരപേക്ഷ ശക്തികളെ യോജിപ്പിക്കുക, ഭരണഘടനയെ തകർക്കാനുള്ള നയത്തെ പ്രതിരോധിക്കുക. ഇത്തരത്തിൽ ഒരു നീക്കം രാജ്യത്ത് കരുത്തോടെ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം സാമൂഹ്യമായി അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പോരാട്ടങ്ങൾ പാർട്ടി ഏറ്റെടുക്കേണ്ടതുണ്ട്. സാമ്രാജ്യത്വ വിരുദ്ധ സമരങ്ങളുമായി ഐക്യപ്പെടാൻ നമുക്ക് നല്ലതുപോലെ കഴിയണം. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് രാജ്യത്തെ തന്നെ അടിയറവെക്കാനുള്ള നീക്കമാണ് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നുണ്ടാകുന്നത്. ആ നയങ്ങളെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയണം. അഖിലേന്ത്യാ തലത്തിൽ ഇത്തരം പോരാട്ടങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് പാർട്ടി കാണുന്നത്. നമ്മുടെ സംസ്ഥാന കാര്യങ്ങൾ വളരെ വിശദമായി പ്രതിപാദിക്കാൻ ഈ ഘട്ടം ഉപയോഗിക്കുന്നില്ല. കേരളത്തില് LDF വീണ്ടും അധികാരത്തിൽ വന്നിരിക്കുകയാണ്. നാം കാണേണ്ടത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ആദ്യത്തെ വർഷമാണ്. പക്ഷെ ഇപ്പൊ തന്നെ UDFും BJPയും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം ഒന്നായി ചേർന്നുകൊണ്ടുള്ള വലിയ നീക്കങ്ങൾ സർക്കാരിനെതിരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഇടയാക്കിയത് അവര് കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ അവര് കണ്ട ഒരു കാരണം LDF വീണ്ടും അധികാരത്തിൽ വരാൻ ഇടയായതിന്റെ ഒരു പ്രധാന കാരണം വികസന രംഗത്ത് സംസ്ഥാന സർക്കാർ നടത്തിയ ഇടപെടലുകളാണ്. അപ്പോ അവർ കണ്ടെത്തുന്നത് ഇനി ഒരു വികസന പ്രവർത്തനവും വേണ്ട, എല്ലാറ്റിനെയും ശക്തമായി എതിർക്കുക എന്നുള്ളത്. ഇവിടെ BJPയുടെ സർക്കാർ കേന്ദ്രത്തിലുണ്ട് എന്നതുകൊണ്ട് ഇവിടുത്തെ BJP ഉപയോഗിച്ച് കേന്ദ്ര BJP സർക്കാരിലൂടെ വികസന ശ്രമങ്ങളെ ആകെ അട്ടിമറിക്കാനാകും. ആ ശ്രമവും നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട പദ്ധതികൾ തടസ്സപ്പെടുത്തുന്ന നിലപാടും ഇതിന്റെ ഭാഗമായി വരികയാണ്. ഇപ്പോൾ കേരളയിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭാവി പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പോ അവര് പറയുന്നത് ആ പദ്ധതിയെ വേണ്ട എന്നാണ്. 4 മണിക്കൂർ കൊണ്ട് നമ്മുടെ കേരളത്തിന്റെ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തിലേക്ക് എത്താൻ കഴിയുന്നു.
എറണാകുളത്ത് നിന്ന് ഒരാൾക്ക് 2 മണിക്കൂർ കൊണ്ട് കേരളത്തിന്റെ ഏത് ഭാഗത്തേക്കും എത്താൻ പറ്റും. അങ്ങനൊരു പദ്ധതി അതാണ് വേണ്ട എന്ന് വെക്കുന്നത്. ഇതിന് കേന്ദ്ര സർക്കാരിനെ അടക്കം ഉപയോഗിക്കാൻ കഴിയുമോ എന്നും ഇവര് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഇതിന്റെ എല്ലാം കൂടെയുണ്ട്. UDF-ഉം BJP-യും ഒത്തുചേർന്നുകൊണ്ട് തന്നെയാണ് ഇതിനെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുന്ന കാര്യത്തിൽ വലിയ പ്രയാസമാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ജനസംഖ്യാടിസ്ഥാനത്തിലാണ് നമ്മുടെ നികുതി വിഹിതം നിശ്ചയിച്ചത്. ഇത് കേരളത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത്. 14ാം ധനകാര്യ കമ്മീഷന്റെ കാലഘട്ടത്തിൽ കേരളത്തിൽ ലഭിച്ച നികുതി വിഹിതം 2.5%. 2021-26 കാലയളവിൽ ഇത് 1.92% കുറഞ്ഞു. രാജ്യത്തിന്റെ നികുതി വരുമാനത്തിന്റെ 2% താഴെ മാത്രമാണ് കേരളത്തിന് ലഭിക്കുന്നത്. ഇപ്പൊ ജനസംഖ്യാ നിയന്ത്രണത്തിന് നാം നേടിയ നേട്ടമുണ്ട്. ആരോഗ്യ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നാം നേടിയ നേട്ടമുണ്ട്. ഇതെല്ലാം നമുക്ക് വിനയായിട്ട് മാറുക. അപ്പോൾ പശ്ചാത്തല സൗകര്യ രംഗത്ത് നമുക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകേണ്ടതാണെങ്കിൽ വലിയ അവഗണനയാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിനുണ്ടാകുന്നത്. നമ്മുടെ പല സ്വപ്നങ്ങളും യാഥാർത്ഥ്യമായിട്ടില്ല. റെയിൽവേ ഇവിടുത്തെ കോച്ച് ഫാക്ടറിയുടെ പ്രശ്നം നിങ്ങൾക്കെല്ലാവർക്കും നല്ലതുപോലെ അറിയാവുന്നത്. റെയിൽവേ സോൺ ലഭിച്ചിട്ടില്ല. ആരോഗ്യരംഗത്ത് അടിസ്ഥാനപരമായി നാം വളരെ മുന്നിലാണ്. പക്ഷേ എയിംസ് നമുക്കില്ല. പൊതുവിലുള്ള റെയിൽവേ വികസന കാര്യത്തിൽ നമ്മൾ പറയുകയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ യോജിച്ച് മുന്നേറുക എന്നാണ് സംസ്ഥാനം ചെയ്യേണ്ടത്. പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷം അതിനൊന്നിനും തയ്യാറല്ല. ഇപ്പോ ഒന്നും വേണ്ട, ഇപ്പൊ അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ്, അതിനൊത്തരവില്ല. ഇപ്പൊ ഒന്നും വേണ്ട, ഇതാണ് അവർ സ്വീകരിക്കുന്ന നിലപാട്. ഒരു എതിർപ്പും കേന്ദ്രത്തിന്റെ ഇത്തരം നിലപാടുകൾക്കെതിരെ കോൺഗ്രസോ UDF-ഓ ഒരു എതിർപ്പും രേഖപ്പെടുത്താനും തയ്യാറാണ്. വികസന പ്രവർത്തനങ്ങളെ എതിർക്കുന്ന നയം എത്ര കാലമാണ് UDF മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് അവർ തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. രാഷ്ട്രീയ വിരോധം വെച്ച് വികസന പദ്ധതികളെ എതിർക്കുന്ന നില അത് ജനങ്ങൾ സ്വീകരിക്കില്ല എന്നത് തിരിച്ചറിഞ്ഞു. ജനങ്ങൾ ഇതിന്റെയൊന്നും കൂടെയില്ല. അന്ധമായ രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ നമ്മുടെ വികസന പദ്ധതികളെ തകർക്കാമെന്ന് കരുതേണ്ടതായിട്ടില്ല. ഇത് കേരളത്തിന്റെ വികസനം ആഗ്രഹിക്കുന്ന ബഹുജന വികാരമാണ്. അതനുസരിച്ച് ആ വികസന പദ്ധതികൾ പ്രാവർത്തികമാക്കുക എന്നത് സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയാണ്. അത് സംസ്ഥാന സർക്കാർ നിർവഹിക്കുക തന്നെ ചെയ്യും. UDF-ഉം BJP-യും ഇപ്പോ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങളുണ്ട്, ലീഗ് അതിനേക്കാളും പ്രശ്നങ്ങൾ നേരിടുകയാണ്, BJP-ക്ക് അവരുടേതായ പ്രശ്നങ്ങളുമുണ്ട്. ഇപ്പോ ഇത്തരമൊരു ഘട്ടത്തിലാണ് ഈ വൈരുദ്ധ്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മറ്റൊരു ചിത്രം, അത് വർഗീയമായി കാര്യങ്ങൾ ഉയർത്തുക എന്ന നിലയിലേക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നീങ്ങുന്നത് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിക രാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഘടനയാണ്. അവര് ആ ഇസ്ലാമിക രാഷ്ട്രവാദം മറച്ചുവെച്ചുകൊണ്ട് പരിസ്ഥിതി സ്നേഹികളായി ജനാധിപത്യവാദികളായി വേഷം കെട്ടുന്നത് നാം കാണുന്നു. ഇതെല്ലാം
വലിയ തോതിൽ തുറന്നു കാട്ടപ്പെടേണ്ട വിഷയങ്ങളായിട്ട് തന്നെ നിൽക്കുകയാണ്. BJPയും UDFും അവരുടെ നയങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ അണിനിരത്താനാവില്ല എന്ന് കണ്ടപ്പോൾ വർഗീയമായി ആളുകളെ ചെയ്തിരിക്കാനാകുമോ എന്നാണ് നോക്കുന്നത്. വലിയ തോതിലുള്ള വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമം നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ലവ് ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രശ്നം വന്നു. എത്രയോ കാലമായി മനുഷ്യരിൽ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവരോ ജാതി വിഭാഗങ്ങളിൽപ്പെട്ടവരോ വിവാഹം ചെയ്യാറുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതിനെയാണ് മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കാൻ നോക്കിയത്. അതോടൊപ്പം ഹലാലിന്റെ പേരിലും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങളുണ്ട്. 1921 മലബാർ കാർഷിക കലാപത്തിന്റെ 100ാം വാർഷികത്തിൽ വലിയ തോതിലുള്ള വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നത്. വഖഫ് പ്രശ്നത്തില് മുസ്ലിം ലീഗ് നടത്തിയ റാലി, ഇത് അവർ സ്വീകരിച്ച സമീപനം, ഇതിലൊക്കെ വ്യക്തമാകുന്നതാണ്. നേരത്തെ ഇവരെല്ലാം വർഗീയതയുമായി ഒളിഞ്ഞു തെളിഞ്ഞു സഖ്യമുണ്ടാക്കുന്ന രീതിയായിരുന്നു UDF സ്വീകരിച്ചത്. ഇപ്പോഴത് പരസ്യമായി തന്നെ ചെയ്യുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം പഴയ തെരഞ്ഞെടുപ്പ് തിട്ടത്തിൽ ഉണ്ടാക്കിയ ആ ധാരണ അതേപോലെ തുടർന്നാണ് നമുക്ക് കാണാനാവുന്നത്. അപ്പോ മതതീവ്രവാദികളോട് മൃദു സമീപനം സ്വീകരിക്കുമെന്ന വിമർശനമായിരുന്നു ലീഗിനെ കുറിച്ച് നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോ അതെല്ലാം വിട്ട് നേരെ തന്നെ ബന്ധപ്പെടുത്തിയ അവസ്ഥയിലേക്ക് എത്തുക. ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് അങ്ങനെയുള്ളവരുമായെല്ലാം വലിയ തോതിലുള്ള ബന്ധം തദ്ദേശഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യക്ഷത്തിലല്ലെങ്കിൽ മറ്റു ചില ധാരണകൾ ഉണ്ടാക്കാൻ നോക്കി. ഇപ്പോ അവരുടെ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ലീഗ് മുന്നേറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, മതസൗഹാർദ്ദത്തിന്റെ ശക്തമായ അടിത്തറ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് വിവിധ മതസ്ഥർ തമ്മിൽ ദൈനംദിന ജീവിതത്തിൽ പുലരുന്ന കൊണ്ടുകൊടുക്കലുകളുടെ ഭാഗമായിട്ടാണ്. അത് തകർക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ അതിനെ നാം ഗൗരവമായി കാണേണ്ടതായിരിക്കും. ഇതോടൊപ്പം സ്വത്ത് രാഷ്ട്രീയം വലിയ തോതിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിന്റെ ഭാഗമായി വർഗീയത ശക്തിപ്പെടുത്താൻ ഉള്ള നീക്കങ്ങളും നടക്കുകയാണ്. മതപരമായ സ്വത്വമോ ജാതിപരമായ സ്വത്വമോ ആണ് തങ്ങളുടെ വളർച്ചയ്ക്ക് ഇടയാക്കുക. തങ്ങളുടെ അത്തരത്തിലുള്ള നീക്കങ്ങളിലൂടെ തങ്ങൾക്ക് കൂടുതൽ ശക്തിപ്പെടാം എന്നാണ് ചിലർ ധരിക്കുന്നത്. ചിലർ പറയുന്നത് അവരുടെ പ്രശ്നങ്ങൾക്ക് കാരണം ഇത്തരം സ്വത്വപരമായ പ്രശ്നങ്ങളാകുന്നതാണ്. എന്നാൽ മുതലാളിത്ത വ്യവസ്ഥയായ ഇതെല്ലാം അടിസ്ഥാന കാരണമെന്ന് നാം തിരിച്ചറിയുന്നു. നമ്മുടെ കേരളത്തില് നാം ഒട്ടേറെ നേട്ടങ്ങൾ നേടിയൊരു സമൂഹമാണ്. ആ സമൂഹത്തിന്റെ നേട്ടങ്ങൾ ഓരോന്നും പ്രത്യേകം എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ ആ നേട്ടങ്ങളൊന്നും സ്വത്വ വികാരത്തിന്റെ ഭാഗമായി നേടിയെടുത്തതല്ല. അതായത് ജാതി അടിസ്ഥാനത്തിലോ മതാടിസ്ഥാനത്തിലോ നേടിയതല്ല. എല്ലാം മതനിരപേക്ഷമായ നീക്കത്തിന്റെ ഭാഗമായി നേടിയതാണ്. വർഗപരമായ ഐക്യപ്പെടലിലൂടെ നേടിയെടുത്തതാണ്. കേരളത്തിന്റെ ഓരോ പ്രശ്നവും പരിശോധിച്ചാൽ നമുക്കത് കാണാൻ കഴിയും. അപ്പോ നമുക്ക് നാടിന്റെ ഐക്യവും യോജിപ്പുമാണ് ഏറ്റവും പ്രധാനം. അതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തുന്നത് എന്നത് നാം തിരിച്ചറിയേണ്ടതായിരുന്നു. വികസനം ജനങ്ങളാകെ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ആ പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങൾ നാട്ടിൽ നടക്കുമ്പോൾ അത് ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അതിന്റെ ഭാഗമായി അണിനിരക്കുന്ന നില തന്നെയുണ്ടാകും.
ഇപ്പോൾ നാഷണൽ ഹൈവേ വികസനം, ഗെയിൽ പൈപ്പ് ലൈൻ, കൂടംകുളത്ത് വരുന്ന വൈദ്യുതി, എടമൺ കൊച്ചി പവർ ഹൈവേയുടെ പ്രശ്നം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നേരത്തെ കടുത്ത എതിർപ്പാണ് ഉയർത്താൻ നോക്കിയത്. അതെല്ലാം പരിഹരിക്കാൻ നമുക്കിവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ഇത്തരം കാര്യങ്ങളിൽ ചില ചെറിയ എതിർപ്പുകൾ ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കും. ആ ചെറുതിനെ മഹാപർവ്വതമാക്കി ചിത്രീകരിക്കുന്ന ഒരു സമീപനം കേരളത്തിൽ ചില മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത് നാം കാണുന്നുണ്ട്. അതൊന്നുമല്ല നാടിന്റെ വികാരം എന്നത് നാം തിരിച്ചറിയണം. ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിഷമം ഉണ്ടെങ്കിൽ ആ വിഷമം പരിഹരിക്കുന്നത് തന്നെയാണ് സർക്കാർ നിലകൊള്ളുന്നത്. നാടിന്റെ വികസനം ഉപേക്ഷിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല. വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ഉപേക്ഷിച്ച് പോകാൻ കഴിയില്ല. പക്ഷെ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി എന്തെങ്കിലും വിഷമങ്ങൾ വരുന്നുവെങ്കിൽ ആ വിഷമം ഗൗരവമായി കണ്ടുകൊണ്ട് തന്നെ അത് പരിഹരിക്കാനും കൃത്യമായ പുനരധിവാസ നടപടികൾ സ്വീകരിക്കാനുമാണ് നാം നടപടികൾ എടുക്കുന്നത്. ഇപ്പോ തുടർ ഭരണം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഈ ഭരണത്തിന് പിന്നിൽ കൂടുതൽ ജനവിഭാഗങ്ങളെ അണിനിരത്തണമെങ്കിൽ നാം പ്രധാനമായി കാണേണ്ടത് ഇന്നുള്ളിടത്ത് നിന്നാ പോരാ. ജനങ്ങളുടെ ജീവിതം കാലാനുസൃതമായി പുരോഗതി പ്രാപിക്കേണ്ടതായിരിക്കും. അപ്പോ ജനങ്ങളുടെ ജീവിതം അനുദിനം മെച്ചപ്പെടും. അതിനാവശ്യമായ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കാനാവും. അതേസമയം നമുക്ക് പരിമിതികളുണ്ട്, നാം നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം ജനങ്ങളുടെ അടുത്ത് തുറന്നു പറയാനും കഴിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ ജനങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുക എന്ന് പറയുമ്പോൾ അക്കാര്യത്തിൽ ഉൽപാദനം വർദ്ധിപ്പിക്കേണ്ടത് വളരെ പ്രധാനമാണ്. കാർഷികോൽപാദനം വർദ്ധിക്കണം, വ്യാവസായികോൽപാദനം വർദ്ധിപ്പിക്കണം. വ്യാവസായികോൽപാദനം വർദ്ധിക്കണമെങ്കിൽ അതിനാവശ്യമായ പശ്ചാത്തല സൗകര്യം വേണം. ഇങ്ങനെ എല്ലാ രീതിയിലുമുള്ള നടപടികളിലേക്ക് നാം കടക്കേണ്ടതായിരുന്നു. നമ്മുടെ സമൂഹത്തിൽ പാവപ്പെട്ടവർ 30% ജനങ്ങൾ നിലവിലുള്ള ശരാശരി ജീവിതത്തെക്കാൾ പുറകിലുള്ളവരാണ്. അപ്പൊ അത്തരം പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആ പ്രശ്ന പരിഹാരത്തിനായി ഇടപെടാൻ കഴിയേണ്ടതായിരുന്നു. ഇപ്പോ എടുത്ത പരിപാടി അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കണ്ടെത്തി അതിൽ നിന്ന് മോചിപ്പിക്കുക. അത് പൊതുവെ സമൂഹം നല്ല രീതിയിലാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത്തരം കാര്യങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുക എന്നത് തന്നെയാണ് നാം കാണുന്നത്. കാർഷിക രംഗവും വ്യവസായ രംഗവും ശക്തിപ്പെടുത്തുക, നല്ല തോതിൽ കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത ആർജിക്കുക. അതോടൊപ്പം നമ്മുടെ കേരളത്തിലെ അഭ്യസ്തവിദ്യരായ ആളുകൾക്ക് തൊഴിലില്ല എന്ന പ്രശ്നം, ആ അഭ്യസ്തവിദ്യരായവർക്ക് തൊഴിൽ ലഭിക്കാൻ ആവശ്യമായ തരത്തിലുള്ള തൊഴിൽ വികസനം ഇവിടെ നടക്കണം. അതിനായി തൊഴിൽ മേഖല വികസിപ്പിക്കണം. സ്റ്റാർട്ടപ്പുകൾ, IT മേഖല, ടൂറിസം എല്ലാം വികസിച്ചു വരേണ്ടതായിട്ടുണ്ട്. അതിനെല്ലാം ഉതകുന്ന നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു പോകുന്നത്. ഇതോടൊപ്പം ഉള്ള തൊഴിൽ ലഭ്യമാകേണ്ട പ്രശ്നം വരുമ്പോൾ അതിന് വേണ്ട യോഗ്യത നേടിയ ചെറുപ്പക്കാർ നമുക്കില്ല. ആ നിലയിൽ വരുന്നുണ്ട്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആ കുറവ് പരിഹരിക്കാൻ കൂടുതൽ കോഴ്സുകൾ, കാലാനുസൃതമായ കോഴ്സുകൾ അനുവദിക്കുക എന്ന നില സ്വീകരിക്കാനാണ് നാം കണ്ടിട്ടുള്ളത്. ഉന്നത വിദ്യാഭ്യാസ മേഖല കൂടുതൽ ശാക്തീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. അതിനുള്ള കമ്മീഷനുകൾ പ്രവർത്തിച്ചിരിക്കുകയാണ്. നമ്മുടെ ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ ജനങ്ങൾക്കുണ്ടാക്കി മുന്നോട്ടു പോകുമ്പോൾ നാം വ്യക്തമായ ബദൽ നയം മുന്നോട്ട് വെച്ച് തന്നെയാണ് നീങ്ങുന്നത്. ഇന്ത്യ രാജ്യത്ത് ആഗോളവൽക്കരണത്തിന് വ്യത്യസ്തമായ നയം സ്വീകരിക്കുന്ന ഒരു സംസ്ഥാനം മാത്രമേ ഉള്ളൂ, അത് കേരളമാണ്. കാരണം BJP ഭരിക്കുന്ന സംസ്ഥാനം BJPയുടെ നയം തന്നെ. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളോ അവിടെയും ആഗോളവൽക്കരണ നയം തന്നെ. കാരണം അവരും അംഗീകരിച്ചത് ആ നയമാണ്. ഇതാണ് നമ്മുടെ കേരളത്തെ പ്രത്യേകമായി നിലനിർത്തുന്നതിനിടയാക്കുന്നത്. നമുക്കറിയാം, ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കപ്പെടുമ്പോൾ സ്വീകരിക്കുന്ന HNL ഇപ്പോ
നമ്മൾ സംസ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞു. അത് വീണ്ടും അവിടെ പ്രവൃത്തി ആരംഭിക്കുന്നതിനുള്ള മറ്റു നടപടികൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലാളി സംഘടനകളുമായി ഗൗരവമായ ചർച്ച നടന്നു കഴിഞ്ഞു. മറ്റു നടപടികളിലേക്ക് ഈ 1-ാം തീയതി തൊട്ട് നീക്കം കുറിക്കുന്നു. അപ്പോ രാജ്യത്ത് BJP നടപ്പാക്കുന്ന നയങ്ങൾക്ക് ബദലില്ല എന്നതായിരുന്നു പൊതുവെ ഒരു നിരാശാബോധം. പക്ഷേ കേരളം ആ നയങ്ങൾക്ക് ബദലുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ പ്രവൃത്തിയിലൂടെ തെളിയിച്ചിട്ടുള്ളത്. നമുക്ക് ഈ നിലപാട് നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നയങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നത് വളരെ പ്രധാനമാണ്. മാർക്സിസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ശൈലി നമുക്ക് ആർജിക്കാനാവണം. രാഷ്ട്രീയമായും സംഘടനാപരമായും പ്രത്യയശാസ്ത്രപരമായും ഇടപെടൽ ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അത് ഉതകുന്ന വിധം കരുത്താർന്ന ഒരു സംഘടനയെ രൂപപ്പെടുത്താൻ എങ്ങനെ കഴിയും എന്നതാണ്, കൂടുതൽ സംഘടന എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതാണ് നാം പരിശോധിക്കുന്നത്. ബഹുജനങ്ങളെ ആകെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അവരെ ആകെ നയിക്കാൻ പറ്റുന്ന വിധം നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് കരുത്ത് നേടാൻ കഴിയേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്യാനും പൊതു നിലപാടുകൾ സ്വീകരിക്കാനും ഈ സമ്മേളനത്തിന് കഴിയും എന്ന പ്രതീക്ഷയോടെ ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സാറുകളെ, ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞ് 10 മിനിറ്റ്